ഒരു ദിവസം മുൻപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ഒരു ചോദ്യം ചോദിച്ചു. റഷ്യയ്ക്ക് നേരെ ലോങ് റേഞ്ച് വെപ്പൺസ് ഉപയോഗിച്ച് ഉക്രൈൻ ഒരു ആക്രമണം നടത്തുന്നതിനെക്കുറിച്ച് അമേരിക്കയും UK-യും ചേർന്ന് വെള്ളിയാഴ്ച ഒരു മീറ്റിംഗ് നടത്താൻ പോകുന്നു. അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഒരുപക്ഷെ റഷ്യയെ ആക്രമിക്കാൻ ഉക്രൈന് അനുവാദം നൽകുകയാണെങ്കിൽ അതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ള ഒരു ചോദ്യം പ്രസിഡന്റ് പുടിനോട് ചോദിച്ചു. അതിന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവസാനം വളരെ സിമ്പിളായി പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം, ഞങ്ങൾക്ക് നേരെ അമേരിക്കൻ മെയ്ഡ് വെപ്പൺസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോങ് റേഞ്ച് വെപ്പൺസ് ഉപയോഗിച്ചാൽ ഉക്രൈൻ അല്ലാതെ മറ്റ് നാടുകൾ ഉൽപ്പാദിപ്പിച്ച് ഉക്രൈന് നൽകുകയാണെങ്കിൽ അത് ഞങ്ങൾ ആക്ട് ഓഫ് വാറായി കണക്കാക്കും. ഒരു യുദ്ധത്തിന്റെ അറിയിപ്പായി ഞങ്ങളത് കാണും. യുദ്ധം ഞങ്ങൾ തന്നെ അറിയിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് ഒരു ഉത്തരം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാറ്റോ വേഴ്സസ് റഷ്യ എന്ന ഒരു വലിയ പ്രശ്നത്തിന്റെ അറ്റത്തേക്ക് നമ്മൾ നിൽക്കുകയാണോ? റഷ്യയ്ക്കും നാറ്റോയ്ക്കും ഇടയിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാളെ ഒരു പക്ഷേ സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈൽ അല്ലെങ്കിൽ ATACMS ഇങ്ങനെയുള്ള അമേരിക്കൻ ആയുധങ്ങൾ നേരെ ഉക്രൈനിൽ നിന്നും റഷ്യയിൽ പോയി ആക്രമിക്കുകയാണെങ്കിൽ നാറ്റോ വേഴ്സസ് റഷ്യ എന്ന പ്രശ്നം വരുമോ? അടുത്ത ഘട്ടം എന്തായിരിക്കും? ഇതിൽ പ്രായോഗികമായുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നാറ്റോയുടെ ആർട്ടിക്കിൾ 5 ഇത് ആക്ടിവേറ്റ് ആയാൽ അമേരിക്ക ഡയറക്റ്റ് റഷ്യക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു കൂട്ടുകക്ഷികളുമായി യുദ്ധത്തിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ നമുക്കെല്ലാവർക്കുമുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. അവസാനം നിങ്ങൾ എല്ലാവരും ആശ്ചര്യത്തോടു കൂടി കാണാൻ പോകുന്ന ഒരു ഉത്തരം നമുക്ക് ലഭിക്കും. ഇത്രയും ദിവസം നമ്മൾ സത്യം എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ തുടർന്ന് ഒന്നിനു പുറകിൽ ഒന്നായി നടക്കും എന്ന് കരുതിക്കൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ വരെയും പ്രായോഗികമായി നടക്കില്ല എന്ന കാര്യം ഈ വീഡിയോയിലൂടെ നമ്മൾ വ്യക്തമായി അറിയാൻ പോകുന്നു. ഇത് നാറ്റോ വേഴ്സസ് റഷ്യ. പുടിന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ തന്നെ നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം. ഇങ്ങനെ ചോദിച്ച ചോദ്യത്തിന്, അതായത് നാളെ ഉക്രൈൻ റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മുഴുവൻ ഉത്തരവും നമുക്കിപ്പോൾ അറിയാം. റഷ്യയെ ആക്രമിക്കുക എന്നത് ഉക്രൈൻ്റെ ഒരു ആഗ്രഹമാണ്. നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടോ ഉക്രൈൻ റഷ്യ ആക്രമിക്കില്ല എന്ന്? റഷ്യയുടെ പല പ്രദേശങ്ങൾ, മോസ്കോ ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിലും ഉക്രൈൻ്റെ ഡ്രോൺ വന്നു പോയിട്ടുണ്ട്. റഷ്യയുടെ പ്രദേശങ്ങൾക്കുള്ളിൽ ഉക്രൈൻ സൈനികരുമുണ്ട്. റഷ്യയുടെ വെപ്പൺ സ്റ്റോറേജ് ഗോഡൌൺസിനെതിരെ അമേരിക്കൻ മെയ്ഡ് വെപ്പൺസ്, ബ്രിട്ടൻ മെയ്ഡ് വെപ്പൺസ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം വളരെ ദിവസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചു. എങ്കിലും ഞങ്ങളുടെ ഒരു വലിയ റെഡ് ലൈൻ ഉണ്ട്. ഞങ്ങൾ കൂടുതലായും ശ്രദ്ധിക്കുന്നത് ഹൈ പ്രെസിഷൻ വെപ്പൺസ് എന്നാണോ റഷ്യയുടെ ഡീപ്പർ ടെറിട്ടറിക്കുള്ളിലേക്ക് വരുന്നത്, പ്രധാനപ്പെട്ട മിലിറ്ററി ഇൻസ്റ്റാളേഷൻസിനെയോ അല്ലെങ്കിൽ സിവിലിയൻ ടാർഗറ്റ്സിനെയോ ആക്രമിക്കുന്നത്, അന്ന് ഞങ്ങൾ ഇതുപോലെ ശാന്തരായിരിക്കില്ല. ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നതായി ഒരുപാട് വാർത്തകൾ ഞാനും കണ്ടിരുന്നു. അങ്ങനെ അമേരിക്കയോ അല്ലെങ്കിൽ UK-യോ ഇവർക്കായിട്ടുള്ള ഒരു അനുവാദം നൽകുകയാണെങ്കിൽ ഉക്രൈൻ അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തും? അവർ പെട്ടെന്ന് തന്നെ ആക്രമണം നടത്തുമോ, അല്ലെങ്കിൽ അതിനെ തുടർന്ന് മറ്റെന്തെങ്കിലും പ്രശ്നം വരുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും ഞങ്ങളുടെ ഒരു പ്രതികരണം ഉണ്ടാവുക. അതായത് ഉക്രൈൻ്റെ പ്രതികരണത്തിനനുസരിച്ച് മാത്രമേ ഞങ്ങൾ തിരിച്ചടിക്കുകയുള്ളൂ. ഒരുപക്ഷെ വളരെ സീരിയസ് ആയ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുന്നുവെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ അത് ഞങ്ങൾ ആക്ട് ഓഫ് വാറായി കൺസിഡർ ചെയ്യും. ഞങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധമുടക്കമായി ഞങ്ങൾ അതിനെ കാണുകയും നാളെ ഒരു യുദ്ധമുണ്ടാകാനുള്ള ഒരു സാഹചര്യമായി പോലും ഇത് മാറുമെന്നുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള വാർണിംഗ് നൽകി. ഇങ്ങനെ റഷ്യ പറഞ്ഞതിന് ശേഷം ഇവിടെ 2 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ നാളെ ഉക്രൈൻ റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ അവിടെ നാറ്റോ വേഴ്സസ് റഷ്യ എന്ന പ്രശ്നം വരില്ല. ഒരു പക്ഷേ അമേരിക്കയോ അല്ലെങ്കിൽ നാറ്റോയിലുള്ള മറ്റ് രാജ്യങ്ങൾ ആയുധങ്ങൾ നൽകി അതിലൂടെ ഒരു ആക്രമണം റഷ്യയിൽ നടത്തിയാൽ നാറ്റോ വേഴ്സസ് റഷ്യ എന്ന പ്രശ്നം വരുമോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഇത്രയും ദിവസം ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം എന്താണ്? ഇതൊക്കെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 50-60 വർഷം പുറകിലേക്ക് പോകേണ്ടി വരും. 1970 മുൻപ് വരെയും അമേരിക്കയിൽ അമേരിക്കൻ പ്രസിഡന്റിന് പവർ വളരെ അധികമായിരുന്നു. അങ്ങനെയുള്ള സമയം 1973 വാർ പവർ റെസൊല്യൂഷൻ വന്നു. വാർ പവർ ആക്ട് എന്ന ഒരു നിയമം കൊണ്ടുവന്നു. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 1 സെക്ഷൻ 18 അനുസരിച്ച് സുപ്രീം അധികാരം എന്നത്, അതായത് ഈ യുദ്ധം സംബന്ധിക്കുന്ന തീരുമാനമെടുക്കുക, സൈനികരെ വഴി നടത്തുന്ന ആ ഒരു തീരുമാനങ്ങൾ, അതിന്റെ അധികാരമെല്ലാം കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്ന പ്രസിഡന്റിനായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വിയറ്റ്നാം വാർ കാരണം ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം പ്രസിഡന്റിന്റെ അധികാരത്തെ തിരികെ എടുക്കുന്നു. അതായത് പ്രസിഡന്റിന് ഇവിടെ അധികാരം കൂടുതലാണ്, കൂടുതൽ അംഗീകാരം അവർക്ക് നൽകുന്നു. കോൺഗ്രസ് സഭയെക്കാളും ചില നിയമങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ഇവർക്ക് കൂടുതലാണ്. അതിനാൽ ഇവരുടെ അധികാരത്തെ അല്പം ഒന്ന് കുറയ്ക്കണം.
കോൺഗ്രസ് സഭയ്ക്കും പ്രസിഡന്റിനും അധികാരമെല്ലാം സമമായിരിക്കണം. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കോൺഗ്രസ് സഭയിൽ നിന്നും അനുവാദം വാങ്ങിയതിനു ശേഷം മാത്രമേ പ്രസിഡന്റ് എടുക്കാവൂ എന്നുള്ള ഒരു വാർ പവർ ആക്ട് കൊണ്ടുവരുന്നു. ഇപ്പോ ഇതിന് മുൻപ് എങ്ങനെയായിരുന്നു, ഇതിന് ശേഷം പ്രസിഡന്റിന്റെ അധികാരം എങ്ങനെയാണ് എന്ന് നോക്കിയാൽ 1973 മുൻപ് ഈ വാർ പവർ ആക്ട് വരുന്നതിന് മുൻപ് മിലിറ്ററിയെ കൺട്രോൾ ചെയ്യുക, മിലിറ്ററിയിൽ എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, അവർക്കായിട്ടുള്ള സാലറി, ഇങ്ങനെ കൂടുതൽ തീരുമാനങ്ങളും എടുക്കുന്നത് കോൺഗ്രസ് സഭയായിരുന്നു. എന്നാൽ സുപ്രീം പവർ ഏത് രാജ്യത്തിൽ യുദ്ധം ചെയ്യണം, പ്രധാനപ്പെട്ട കമാൻഡോസിന് ഡിസിഷൻസ് നൽകുന്നത്, ഒരു ആർമി ഏത് യുദ്ധത്തിൽ എത്ര ദിവസം ചിലവഴിക്കണം, ഇങ്ങനെ പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങളിൽ കോൺഗ്രസ് സഭയോട് അനുവാദം വാങ്ങാതെ ഒരു രാജ്യത്തിലേക്കുള്ള യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യത്തെ അയക്കാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ടായിരുന്നു. പക്ഷെ 1973 ഈ ഒരു നിയമം വന്നതിന് ശേഷം ഈ ഒരു പവേഴ്സ് എന്നത് പ്രസിഡന്റിൽ നിന്നും എടുക്കുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആർട്ടിക്കിൾ 1 സെക്ഷൻ 8A2 ഡിവിഷൻ അനുസരിച്ച് പ്രസിഡന്റിന് നൽകുന്ന ആ ഒരു അധികാരത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സുപ്രീം പവർ, ആ കമാൻഡർ ഇൻ ചീഫ് പവർ ഉപയോഗിച്ച് 60 ദിവസം വരെയും അമേരിക്കയുടെ ആർമിയെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട യുദ്ധത്തിന് വേണ്ടി അയക്കാം. എന്നാൽ അതിനുശേഷം ആർമി അവിടെ ഉണ്ടാകണോ, ആ പ്രശ്നം അവിടെ തുടർന്നു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് സഭയുടെ അപ്രൂവൽ ഇല്ലാതെ അവരെ കൊണ്ടത് ചെയ്യാൻ സാധിക്കില്ല. ഇത് തന്നെ 1973 മുൻപ് ഈ 60 ദിവസം എന്ന ടൈം പീരീഡേ ഇല്ല. എത്ര മാസം, എത്ര വർഷം വേണമെങ്കിലും അവരെ കൊണ്ട് ആർമി അവിടെ നിർത്തി യുദ്ധം ചെയ്യിപ്പിക്കാൻ സാധിക്കും. എന്നാൽ പ്രസിഡന്റിന്റെ പവർ കുറച്ചതിന് ശേഷം കോൺഗ്രസ് സഭയുടെ അപ്രൂവൽ ഇല്ലാതെ വെറും 60 ദിവസത്തേക്ക് മാത്രമേ ഈ പ്രസിഡന്റിനെ കൊണ്ട് ആർമി അവിടെ നിർത്താൻ സാധിക്കും. എന്നാൽ അതിലും ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അതായത് സെക്ഷൻ 8A അനുസരിച്ച് ഈ വാറിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അമേരിക്കയുടെ ആർമി ഒരു രാജ്യത്തിൽ യുദ്ധത്തിന് പോകണോ വേണ്ടയോ എന്നുള്ള സുപ്രീം ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി കോൺഗ്രസ് സഭയ്ക്ക് നൽകുന്നു. അത് തന്നെ 8th സെക്ഷൻ A2 അനുസരിച്ച് പ്രസിഡന്റിന് ഈ അധികാരം നൽകി. പക്ഷെ 60 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അനുവാദം മാത്രമേ നൽകിയുള്ളൂ. അതിനും ചില ക്രൈറ്റീരിയാസ് നൽകിയിരുന്നു. അതിൽ 3 പ്രധാനപ്പെട്ട കണ്ടീഷൻസ് പറയുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ 60 ദിവസത്തിന് പോലും മിലിറ്ററിയെ അവരെ കൊണ്ട് അയക്കാൻ സാധിക്കൂ. ആദ്യത്തെ കണ്ടീഷൻ, മറ്റേതെങ്കിലും രാജ്യം നമ്മളിൽ ഒരു സൈനിക നടപടി എടുത്താൽ, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം വന്നാൽ, പക്ഷെ യുദ്ധം വന്നില്ല, അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അതിനെ നിയന്ത്രിക്കാൻ ഇവരുടെ സേനയെ അയക്കാം. ഇത് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, അമേരിക്കയുടെ നിയമങ്ങൾ. അമേരിക്കയ്ക്ക് ചില നിയമങ്ങളുണ്ട്. ആ നിയമത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഇപ്പോൾ ഇറാഖിൽ ചില പ്രശ്നങ്ങൾ നടന്നല്ലോ, അതൊക്കെ അമേരിക്കയുടെ ഇൻട്രസ്റ്റിനെതിരെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ അമേരിക്കയുടെ ഇൻട്രസ്റ്റിന് എതിരെ നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഈ 60 ദിവസത്തേക്ക് വേണ്ടി അവരുടെ സൈനികരെ അയക്കാം. മൂന്നാമത്തെ കാര്യം, അമേരിക്കയിൽ നേരിട്ട് ഒരു തീവ്രവാദ ആക്രമണം, അല്ലെങ്കിൽ അമേരിക്കയുടെ സിറ്റിസൺസിനോ അല്ലെങ്കിൽ സൈനികർക്ക് നേരെ ഏതെങ്കിലും ഒരു ടെററിസ്റ്റ് ആക്രമണം നടത്തിയാൽ ആ സമയത്ത് ഇവർക്ക് ഇവരുടെ സൈനികരെ എമർജൻസി പീരീഡായി കൺസിഡർ ചെയ്ത് അയക്കാം. ഈ 3 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ 60 ദിവസത്തേക്ക് പ്രസിഡന്റിനെ കൊണ്ട് അവരുടെ സൈനികരെ അയക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ കോൺഗ്രസ് സഭയുടെ അനുവാദം ഇല്ലാതെ അമേരിക്കയുടെ സൈനികരെ മറ്റേത് രാജ്യങ്ങളിലേക്കും അയക്കാൻ സാധിക്കില്ല. ഇതിൽ ഈ ഇറാഖിൽ നടന്ന പ്രശ്നം വളരെ പ്രധാനമായി 2001 അമേരിക്കയിൽ ചില ടവർ അറ്റാക്സ് നടത്തിയിട്ടുണ്ടല്ലോ. ചില വാക്കുകൾ നമുക്കിവിടെ ഡയറക്റ്റ് സംസാരിക്കാൻ കഴിയില്ല, അതിനാൽ ഇൻഡയറക്റ്റായി തന്നെ നമുക്ക് സംസാരിക്കാം. ആ ഗോപുരങ്ങളിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇതിനെ യൂസേജ് ഓഫ് അമേരിക്കൻ ഫോഴ്സസ് ഇൻ എമർജൻസി കണ്ടീഷൻസ് എന്ന ഒരു പബ്ലിക് ലോയാക്കി മാറ്റുകയും അതിനുശേഷം നടന്ന സംഭവങ്ങളെല്ലാം ഒരു പ്രത്യേക ചാപ്റ്റർ ആണ്. അതായത് ആദ്യമായി ഈ ഒരു നിയമം ആക്ടിവേറ്റ് ചെയ്ത പ്രധാനപ്പെട്ട പ്രശ്നം ഇതായിരുന്നു. ഇപ്പോൾ ഇതിൽ ഒരു പ്രശ്നം എവിടെ വരുന്നുവെന്ന് ചോദിച്ചാൽ, ഈ നിയമങ്ങൾ പ്രായോഗികമായി നടത്തിക്കൊണ്ടുവരിക സാധാരണ കാര്യമല്ല. ഇതിനെ പിന്തുണയ്ക്കുന്നവരും എതിർക്കുന്നവരും ഒരുപാട് പേരുണ്ടായിരുന്നു. ഇതിലും പ്രായോഗികമായ ഒരു പ്രശ്നം, കോൺഗ്രസ് സഭ കൊണ്ടുവരുന്ന തീരുമാനങ്ങളെ വീറ്റോ ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ടായിരുന്നു. നിക്സണും അതേ അധികാരം ഉണ്ടായിരുന്നു. എന്നാൽ അതിനും അപ്പുറം ഇതെങ്ങനെ നിയമമാക്കിയെന്ന് ചോദിച്ചാൽ, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്, സെനറ്റ് സഭ, ഈ 2 സഭകളിലും ചേർത്ത് മൊത്തത്തിൽ 3-2 വോട്ട് ഈ കോൺഗ്രസ് സഭ വാങ്ങുകയാണെങ്കിൽ പ്രസിഡന്റിന്റെ വീറ്റോ പവർ അവിടെ അസാധുവായി മാറും. ആ കണ്ടീഷൻ അനുസരിച്ചാണ് 1973 ഇവർ ഈ ഒരു നിയമം കൊണ്ടുവന്നത്. അങ്ങനെ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ പ്രസിഡന്റിന് ഈ കണ്ടീഷൻസ് എല്ലാം വ്യക്തമായി തന്നെ അറിയാം. കോൺഗ്രസ് സഭയുടെ അപ്രൂവൽ ഇല്ലാതെ, ശരിയായ കാരണങ്ങൾ ഇല്ലാതെ ഒരു യുദ്ധത്തിന് അമേരിക്കയ്ക്ക് പോകാൻ സാധിക്കില്ല. ഇതിപ്പോ ഇവിടെ ഇങ്ങനെ പോസ് ചെയ്തിട്ട് മറുവശത്തുള്ള നാറ്റോയിലേക്ക് പോകാം.
നാറ്റോ സംബന്ധിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. അതിൽ പ്രധാനമായി പറയാൻ പോകുന്നത് ആർട്ടിക്കിൾ 5 ആണ്. ഇത് നാറ്റോ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ്. ഇവരുടെ ക്രൈറ്റീരിയസ് എന്തെല്ലാം, ഏതൊക്കെ സമയത്ത് നാറ്റോ ആർട്ടിക്കിൾ 5 ആക്ടിവേറ്റ് ആകും, ആർട്ടിക്കിൾ 5 എന്താണ്, ഇതെല്ലാം വ്യക്തമായി നൽകിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്. ഇതിൽ പ്രധാനപ്പെട്ട 3 കണ്ടീഷൻസ് ഉണ്ട്. ആദ്യത്തെ കാര്യം, നാറ്റോ രാജ്യത്തിൽ ഒരു സൈനിക നടപടി അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളുടെ സമാധാനം നശിപ്പിക്കുന്ന രീതിയിൽ നേരിട്ടുള്ള ഒരു ആക്രമണം ഏതൊരു രാജ്യം നടത്തിയാലും അവിടെ നാറ്റോ ആർട്ടിക്കിൾ 5 ആക്ടിവേറ്റ് ആകും. രണ്ടാമത്തെ കണ്ടീഷൻ, നാറ്റോ സിറ്റിസൺസ്, നാറ്റോ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് നേരെയോ സൈനികർക്ക് നേരെയോ ഒരു തീവ്രവാദ ആക്രമണം നടത്തിയാൽ അതും നാറ്റോ ആർട്ടിക്കിൾ 5 ആക്ടിവേറ്റ് ചെയ്യും. മൂന്നാമത്തെ കാര്യം, നാറ്റോയിലെ മിലിറ്ററി വെസൽസ് കൂടാതെ നാറ്റോയ്ക്ക് സ്വന്തമായ പ്രധാനപ്പെട്ട ചില ഉപകരണങ്ങൾ, എക്യുപ്മെന്റ്സ്, ഇവയെല്ലാം ശത്രുരാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അപ്പോഴും ആർട്ടിക്കിൾ 5 ആക്ടിവേറ്റ് ആകും. ഇപ്പോൾ ഈ 3 കണ്ടീഷൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആദ്യത്തേത് നേരിട്ടുള്ള ഒരു ആക്രമണം, രണ്ടാമത്തേത് ജനങ്ങൾക്ക് നേരെയോ അല്ലെങ്കിൽ സൈനിക അധികാരികൾക്ക് നേരെയും നടത്തുന്ന ഒരു ആക്രമണം, മൂന്നാമത്തേത് നാറ്റോ രാജ്യങ്ങളിലുള്ള കപ്പൽ, വിമാനങ്ങൾ, ഇങ്ങനെ ഏത് നശിപ്പിച്ചാലും അതും ആർട്ടിക്കിൾ 5 ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2001 അമേരിക്കയിൽ ഒരു പ്രശ്നം നടന്നു. അപ്പോൾ ആർട്ടിക്കിൾ 5 ആക്ടിവേറ്റ് ആയിരിക്കണമല്ലോ, എന്തുകൊണ്ടായില്ല എന്ന് ചോദിച്ചാൽ അപ്പോഴാണ് ആർട്ടിക്കിൾ 5 ആദ്യമായി ഇൻവോക്ക് ചെയ്യുന്നത്. ഈ സംഭവം നടന്ന് 2 ദിവസത്തിനുള്ളിൽ നാറ്റോ സ്റ്റേറ്റ്മെന്റ് വരണമായിരുന്നു. എന്നാൽ ഇങ്ങനെ സമയം നീട്ടിക്കൊണ്ട് പോവുകയും അമേരിക്ക പ്രത്യേകം അവരുടെ അസിസ്റ്റൻസ് മാത്രം വാങ്ങി നാറ്റോ ആർട്ടിക്കിൾ 5 അവിടെ ആക്ടിവേറ്റ് ചെയ്തില്ല. ഇപ്പോൾ ഇതിലുള്ള ലൂപ്പ് ഹോൾസ് എന്താണെന്ന് അറിയാം, നാറ്റോ ആർട്ടിക്കിൾ 5 എന്താണെന്ന് അറിയാം, അതെന്തുകൊണ്ട് 2001 ആക്ടിവേറ്റ് ആയില്ല എന്നുള്ളതും അറിഞ്ഞു, അമേരിക്കയുടെ നിയമങ്ങളും നമ്മൾ അറിഞ്ഞു. ഇപ്പോൾ ഇവയെല്ലാം നമ്മൾ പ്രായോഗികമായി കൊണ്ടുവരണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളുമായി കമ്പയർ ചെയ്യണം. എങ്കിൽ മാത്രമേ നാളെ റഷ്യ നാറ്റോയിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ ആ സമയം മൊത്തം നാറ്റോ രാജ്യങ്ങളും വരില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും പുതുതായി തോന്നാം. നാറ്റോയിലുള്ള ഒരു രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ എല്ലാ നാറ്റോ രാജ്യങ്ങളും വരുമെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അത് വെറും കള്ളം മാത്രമാണ്. ഒഫീഷ്യലായതിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്, പ്രായോഗികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവ എന്താണെന്ന് ഓരോന്നായി നമുക്കിപ്പോൾ അറിയാം. ഇപ്പോൾ നാറ്റോയുടെ ആർട്ടിക്കിൾ 5 നമുക്കറിയാം. നാളെ ഒരു പക്ഷേ റഷ്യ ഏതെങ്കിലും ഒരു രാജ്യത്തിലെ ആയുധം ആക്രമിക്കുന്നു, അല്ലെങ്കിൽ പോളണ്ടിനെ തന്നെ എടുക്കാം. ഇങ്ങനെ പോളണ്ടിനെ റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ ആദ്യം ഈ രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ ഒരു അടിയന്തര മീറ്റിംഗ് നടക്കും. ഈ മീറ്റിംഗിൽ നാറ്റോയ്ക്ക് ഒരു പ്രത്യേക നിയമമുണ്ട്. അതുപോലെ തന്നെ നാറ്റോയിലുള്ള ഓരോ രാജ്യങ്ങൾക്കും പ്രത്യേക നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ട്. അതനുസരിച്ച് ആദ്യഘട്ട തീരുമാനം അവർ എടുക്കുക. ഈ ആക്രമണത്തിന്റെ സ്വഭാവം, അതിന്റെ തീവ്രത, വീര്യം, അതിന്റെ ഇമ്പാക്റ്റ് എത്രത്തോളമാണ് എന്നുള്ളത് അവർ കണക്കെടുക്കും. അതനുസരിച്ച് ഇത് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്കിത് ഒറ്റയ്ക്ക് ചെയ്യാം, ഞങ്ങളൊരു അസിസ്റ്റൻസ് മാത്രം നൽകാം, നേരിട്ട് ഞങ്ങളെ കൊണ്ട് ഇറങ്ങാൻ കഴിയില്ല എന്ന് നാറ്റോയിലുള്ള മറ്റുള്ള എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഒരു പ്രോപ്പറായ എക്സ്പ്ലനേഷൻ നൽകും. ഇപ്പോൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം വലിയ രീതിയിൽ വരുമ്പോൾ അമേരിക്ക തന്നെ അകത്തേക്ക് വരും, അല്ലെങ്കിൽ ഉക്രൈൻ അമേരിക്കയെ വലിച്ച് യുദ്ധത്തിലേക്ക് ഇടുമല്ലോ എന്നൊക്കെ ചിന്തിക്കാം. എന്നാൽ ഇവയ്ക്കെല്ലാം ഈ ഒരു സ്ഥലത്ത് നൽകാൻ കഴിയുന്ന ഏറ്റവും ശരിയായ ഉത്തരം പറ്റില്ല എന്നാണ്. കാരണം ഇത് അമേരിക്കയുടെ കോൺഗ്രസ് സഭ അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞതാണ്. നാറ്റോയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ പ്രസിഡന്റിന്റെ അധികാരം മാത്രം ഉപയോഗിച്ച് ഒരു യുദ്ധം അനൗൺസ് ചെയ്യാൻ സാധിക്കുമോ? റഷ്യക്കെതിരെ അമേരിക്കയുടെ സേനയെ കൊണ്ടുപോയി നാറ്റോ വേഴ്സസ് റഷ്യ എന്നൊരു പ്രശ്നം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവിടെയുള്ള ഉത്തരം എന്താണെന്ന് അറിയാമോ? സുപ്രീം പവർ, സുപ്രീം ഡിസിഷൻ, വളരെ പ്രധാനപ്പെട്ട യുദ്ധം സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ട അധികാരം എന്നത് പ്രസിഡന്റിന് മാത്രം അല്ല ഉള്ളത്. കോൺഗ്രസ് സഭയിൽ ഫോർമലായി ഒരു റിക്വസ്റ്റ് കൊടുക്കുകയും അത് കോൺഗ്രസ് സഭയിൽ ഡിസ്കസ് ചെയ്ത് ആ വോട്ടിംഗ് വഴി മാത്രമേ ഒരു യുദ്ധം നമ്മൾ തുടങ്ങണോ വേണ്ടയോ, അല്ലെങ്കിൽ നാറ്റോയിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിൽ റഷ്യ കൈവയ്ക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എങ്ങനെ തിരിച്ചടിക്കണമെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ നാറ്റോയിലുള്ള ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ മറ്റെല്ലാ രാജ്യങ്ങളും വരുമെന്നുള്ളത് പ്രായോഗികമായി നടക്കാത്തൊരു കാര്യമാണ്. നാറ്റോ നിയമങ്ങളിൽ അങ്ങനെ ഉണ്ടാകാം, പക്ഷേ ഇൻഡിവിജ്വലായി നാറ്റോയിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും പ്രത്യേകം നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ട്. അപ്പോൾ ഈ പ്രസിഡന്റിന്റെ മാത്രം അധികാരം ഉപയോഗിച്ച് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ പോളണ്ടിൽ റഷ്യ ആക്രമിച്ചെങ്കിൽ അടുത്തൊരു 3 ദിവസത്തിനുള്ളിൽ അമേരിക്കയുടെ ഒരു പ്രത്യേക സൈന്യം, പ്രത്യേക നാവൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രത്യേക എയർഫോഴ്സിനെ പ്രസിഡന്റിനെ കൊണ്ട് അയക്കാൻ സാധിക്കും. പക്ഷേ 2 മാസത്തേക്ക് മാത്രമേ അവരവിടെ ഹോൾഡ് ചെയ്യാൻ സാധിക്കൂ. കോൺഗ്രസ് സഭയിൽ ഈ യുദ്ധത്തിനെ കുറിച്ചുള്ള ഒരു അറിയിപ്പ് നൽകിയില്ല, അല്ലെങ്കിൽ അമേരിക്ക അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഈ 60 ദിവസം കഴിഞ്ഞവരെല്ലാം തിരികെ വരണം. ഇതിൽ ഈ 40 ദിവസത്തെ ഒരു വിഡ്രോവൽ പീരീഡ് ഉണ്ട്. ആ പ്രത്യേക ടൈം പീരീഡിനുള്ളിൽ അവർ പുറത്തേക്ക് വരണം, കോൺഗ്രസ് സഭയുടെ അനുവാദം ഇല്ലെങ്കിൽ. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്.
നാറ്റോയിലുള്ള ഒരു രാജ്യത്തിൽ കൈവയ്ക്കുകയാണെങ്കിൽ മൊത്ത നാറ്റോ രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് വരും എന്ന് എല്ലാവരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്രയൊന്നും സത്യമല്ല. വീണ്ടും നാറ്റോയ്ക്കുള്ള ഒരുപാട് നിയമങ്ങളും പ്രായോഗികമായ പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ നാളെ തന്നെ ഇവർ ലാത്വിനിയ, പോളണ്ട് അല്ലെങ്കിൽ നാറ്റോയിലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഒരു കോൺഫ്ലിക്റ്റ് അവിടെ വരാനുള്ള സാധ്യത 50-50 ചാൻസ് പോലുമില്ല, വളരെ കുറവാണ്. കാരണം ജോ ബൈഡൻ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു, ഒരുപക്ഷെ നാറ്റോ കൺട്രീസിൽ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ, റഷ്യ തന്നെ ആക്രമിക്കുകയാണെങ്കിൽ അപ്പോൾ ആർട്ടിക്കിൾ 5 ആക്ടിവേറ്റ് ആകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, റഷ്യ നാറ്റോ ആക്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നാറ്റോയിലുള്ള എല്ലാ രാജ്യങ്ങളും റഷ്യ ആക്രമിക്കുകയാണെങ്കിൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ. അങ്ങനെ മൂന്നാം ലോക മഹായുദ്ധത്തിൽ അവസാനിക്കുമ്പോൾ അത് ലോകത്തിന് ഏത് രീതിയിൽ പ്രശ്നമുണ്ടാക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനാൽ ഞങ്ങൾ കഴിയുന്നത്ര ഈ ലോകത്തിനെ നാശത്തിൽ നിന്നും സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. വേൾഡ് വാർ 3 വരാതെ ഞങ്ങൾ പല കാര്യങ്ങളും പ്രിവെന്റ് ചെയ്യുകയാണ് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. കോൺഗ്രസ് സഭയെ സംബന്ധിച്ച് ലോകത്തിലെ പ്രധാനപ്പെട്ട 30 രാജ്യങ്ങൾ, അതിൽ ടോപ്പ് 5 രാജ്യങ്ങളെല്ലാം ലോകത്തിലെ പ്രധാനപ്പെട്ട GDP ഉള്ളതാണ്. അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം കൊണ്ടുപോയി ഒരു രാജ്യത്തിൽ യുദ്ധം ചെയ്യിപ്പിക്കില്ല. ആ രാജ്യങ്ങളിലുള്ള അണുവായുധം കൊണ്ടുപോയി ആക്രമിക്കാനും ശ്രമിക്കില്ല. അതായത് നാറ്റോയുടെ ന്യൂക്ലിയർ ഡോക്ട്രൈനിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അമേരിക്ക തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് വെച്ചിട്ടുണ്ട്. അതായത് നാറ്റോ രാജ്യങ്ങളിൽ, അണുവായുധം ഇല്ലാത്ത രാജ്യങ്ങളിലും അമേരിക്ക അവരുടെ വെപ്പൺസ് വെച്ചിട്ടുണ്ട്. നാളെ ഒരു ന്യൂക്ലിയർ സ്ട്രൈക്ക് ഉണ്ടായാൽ അതിനെ പ്രോസസ്സ് ചെയ്യാനും നാറ്റോയ്ക്ക് ഒരുപാട് ഘട്ട പെർമിഷൻസ് വാങ്ങേണ്ടതുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഒരു വില്ലെടുത്ത് അമ്പ് തൊടുത്ത് വിടുന്നത് പോലെ ഒരു രാജ്യത്തെ ആക്രമിച്ചത് മറ്റെല്ലാ രാജ്യങ്ങളും ആക്രമിക്കാൻ വരും എന്ന് കേൾക്കാൻ നല്ല രസമുള്ള കാര്യമാണെങ്കിലും അതൊന്നും പ്രാക്ടിക്കലായി പോസിബിളേ അല്ല. എന്നാൽ നാറ്റോ റഷ്യ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ റഷ്യ നാറ്റോ ആക്രമിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളെല്ലാം കാഴ്ചക്കാരായി നോക്കി നിൽക്കുമോ എന്ന് ചോദിച്ചാൽ മിലിറ്ററി വൈസ് അസിസ്റ്റൻസ് നൽകും, ഒരുപക്ഷെ നൽകും. ഓരോ രാജ്യങ്ങൾക്കും പ്രത്യേകം നിയമങ്ങളുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത് പോലെ തന്നെ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ഓരോ രാജ്യങ്ങൾക്കുമുണ്ട്. അതിനാൽ നാറ്റോയിലുള്ള ഒരു രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ മറ്റെല്ലാ രാജ്യങ്ങളെ കൊണ്ടും ഉടൻ തന്നെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് എടുത്തു ചാടാൻ സാധിക്കില്ല. ഇത്ര മാത്രമാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.